തന്നെ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എല്ലാവരും ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. പോയി. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാറാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടുത്തെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? എന്താണ് ഒറ്റ വാക്കിൽ ഉത്തരം? ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ആരും ഉത്തരം പറയാനില്ലേ? ദൈവം എന്തിന് സൃഷ്ടിച്ചു? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി. ഒറ്റ വാക്ക്. ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ കാര്യമല്ലേ? ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഞാനിത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്ലാനുകളുണ്ട്, ഞങ്ങളത് അങ്ങനെ ഇടാനൊക്കെ. നിനക്ക് എന്തൊക്കെ പ്ലാനുകളുണ്ടായാലും നിന്നെ ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയിടുകയല്ല ചെയ്തത്. ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ പ്ലാനോടുകൂടി ആ പ്ലാൻ പൂർത്തിയാകുന്നതിന് പറ്റിയ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ബോധ്യം, ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അഗസ്തീനോസ് എല്ലാം 10-33 വയസ്സായപ്പോഴാണ് പാവം മനസ്സിലാക്കിയത്. അദ്ദേഹം പറയാണ്, ഓ ഇക്കാലം അത്രയും ഞാൻ നിന്നെ ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നു. വാട്ട് എ ഫൂളിഷ് മാൻ ഐ വാസ്. ഞാൻ എത്ര വിഡ്ഢിയായ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി. എവിടെ കണ്ടെത്തി? എൻ്റെ ഉള്ളിൽ തന്നെ. അവസാനം എവിടെ കണ്ടെത്തി? എൻ്റെ ഉള്ളിൽ തന്നെ. ആ ബോധ്യത്തിലാണ് അഗസ്തീനോസ് ഇങ്ങനെ പാടി. എന്താണ് അഗസ്തീനോസ് പാടിയ പാട്ട്? എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ, ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത് നമ്മൾ പണ്ട് പാടിയിട്ടുണ്ട് ഇല്ലേ? പ്രാരംഭ ധ്യാനത്തിലൊക്കെ കുറേ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ മനസ്സിലാകും, ഈ ദൈവം അങ്ങ് ആകാശത്തിലോ അങ്ങ് മലമുകളിലോ അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന സത്യമാണ് ദൈവം. അതുകൊണ്ടാണ് നമ്മളൊക്കെ പണ്ട് പാടാറുള്ളൊരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലേശ്വരൻ, വിജനമായ ഭൂവിലുമില്ലേശ്വരൻ. കൈയടിച്ച് പാടി നോക്കിയത്.
ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണ് ഈശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണ് ഈശ്വരന്റെ സുന്ദരാലയം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഒരിക്കൽ കൂടി വീണ്ടും. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പം ഇതല്ലേ ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെക്കുറിച്ച് പറയുന്നത് പെട്ടെന്ന് അതുകൊണ്ട് പറയാം, എന്നിട്ട് നമ്മൾ ആ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ശ്രവണത്തെക്കുറിച്ച് പ്രാർത്ഥന എന്ന മഹാവിസ്മയം എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇത് മഹാവിസ്മയമാണ്. നമ്മൾ ചെറുപ്പം മുതലേ അമ്മ പറഞ്ഞു, എടാ കുരിച്ചരിക്കടാ, കുരിച്ചരിച്ചു. കർത്താവിൻ്റെ മലാകല്ലടാ, കർത്താവിൻ്റെ മലാക. അതൊരു നല്ല കാര്യം, അതും പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ വിസ്മയാവഹമായ ഒരു കാര്യമാണ് ഈ പ്രാർത്ഥന. അതിനെക്കുറിച്ച് കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ഈശോ ചെയ്ത ഒരുപാട് അത്ഭുത കൃത്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും പഠിപ്പിക്കാൻ പറഞ്ഞില്ല. നീ പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഫരിസേയരും നിയമജ്ഞരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാൽ അത് അവരെ സംബന്ധിച്ച് ഭയങ്കര ശിക്ഷാർഹമായൊരു കാര്യമാണ്. ശിക്ഷ അറിയിക്കും. ദൈവത്തെ പിതാവെന്നോ അവർ ദൈവമക്കളാണോ എന്നൊക്കെ പറഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്, പറയാൻ പാടില്ല. അത്രയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന സമയത്ത് പുത്രൻ തന്നെ വന്നിട്ട് പിന്നെ പുത്രൻ പിതാവിനെ എന്തെന്നാ വിളിക്കാം? പുത്രൻ എന്തെന്ന് വിളിക്കും? പിതാവെന്നല്ലാണ്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ വിളിച്ചാൽ കൊല്ലും. അതുകൊണ്ടാണ് പുത്രനെ കൊന്നത്. യേശുവിനെ ശിക്ഷിച്ചത് എന്തിൻ്റെ പേരിലാ? ഇവൻ ദൈവദൂഷണം പറയണം, ഇവൻ മനുഷ്യനായിരിക്കെ ദൈവം മകനാണെന്ന് പറയണം. സത്യമാണ് താൻ. എന്നാൽ അവരുടെ നിയമപ്രകാരം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ കൊല്ലണം. അതുകൊണ്ടാണ് അവൻ നിയമത്തിന് അധീനരായവരെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന് അധീനനായത്. ആ നിയമപ്രകാരമാണ് അവരവനെ ശിക്ഷിച്ചത്. ഓക്കെ, ആ ശിക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, ദൈവം നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പച്ചനാണ് മോനെ. അത് സത്യമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു വശത്ത് ദൈവം പിതാവാണെന്നുള്ള ബോധ്യം, മറുവശത്ത് കിണറ്റിൻകരയിൽ സമരിയാക്കാരി എന്ന ഒരു
അക്രൈസ്തവ. അവൾ ക്രിസ്ത്യാനിയായിരുന്നോ? അവൾ യഹൂദയായിരുന്നോ? അല്ല. അവളുടെ അടുത്തേക്ക് നട്ടുച്ചയ്ക്ക് ഏതാണ്ട് ഈ സമയത്ത് കൃത്യം യേശു ഇങ്ങോട്ട് വരുന്നു. കണ്ടോ? ഇപ്പോൾ അവൾ അന്വേഷിച്ചോ യേശുവിനെ? അവൾ അന്വേഷിച്ചോ? ഇല്ല. ആരന്വേഷിക്കുന്നു? യേശു അവളെ അന്വേഷിക്കുന്നു. മാത്രമല്ല യേശു അവളോട് യാചിക്കുന്നു, എനിക്ക് അല്പം കുടിക്കാൻ തരാമോ? ഇനി വായിക്കാം. 2660 ഖണ്ഡികയാണിത്. 560 അല്ലേ? 560 2560. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടുന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് ഈ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. പ്രാർത്ഥനയെന്ന മഹാവിസ്മയം അനാവരണം ചെയ്യപ്പെടുന്നത് മനുഷ്യരെ തേടി വരുന്ന ദൈവം കിണറ്റിൻകരയിൽ ഒരു സ്ത്രീയെ തേടി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളോട് യാചിക്കുന്ന ദൈവം, എനിക്ക് കുടിക്കാൻ തരാമോ? എനിക്ക് അല്പം വെള്ളം തരാമോ? ഇതൊരു പ്രാർത്ഥനയാണോ അല്ലയോ? ഇതൊരു പ്രാർത്ഥനയല്ലേ? അതാണ്. ഇപ്പോൾ ഇവിടെ ആരാ പ്രാർത്ഥിക്കുന്നത്? യേശു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന പഠനം. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നല്ല. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ദാഹം, അതാണ് നമ്മൾ പാടിയത്, അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരുമ്പ് കൊണ്ട് അപ്പോൾ ആദ്യത്തെ ആഴം ആഴത്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴം ദൈവത്തിന് നമ്മളോടുള്ള ദാഹമാണ്. ദൈവം നമ്മളെ തേടി വരുന്നു, നമ്മളിലേക്ക് കൃപ ഒഴുക്കുന്നു, നമ്മളിലേക്ക് അനുഗ്രഹം തരുന്നു, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. നമ്മളല്ല ആദ്യം പ്രാർത്ഥന ഉത്ഭവിക്കുന്നത്. ഇപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ കിടക്കുമ്പോൾ ആരോ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും എന്ന് പറയുന്നുണ്ടാവും. ഉറക്കം വന്നില്ല, പ്രാർത്ഥിക്കണം. അതാരുടെ പ്രവൃത്തിയാണ്? അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ കർത്താവ് ഈശോമിശിഹ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് രാത്രിയൊക്കെ ഇത് തുടങ്ങും. രാത്രി ഉറക്കം വന്നില്ല. ചില സമയത്ത് സമൂഹത്തിൽ, ലോകത്തിൽ ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ മുഖമൊക്കെ കാണിച്ചു തന്നു. ഒരു അപകടം, മോട്ടോർ സൈക്കിൾ അപകടം, കാർ അപകടം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം പേപ്പറിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന ആൾ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരിച്ചു. നോക്കിയപ്പോൾ അപ്പോഴാണ് ഇന്നലെ രാത്രി തന്നെ കർത്താവ് കാണിച്ചത്. കൃത്യം ആ സമയത്തായിരുന്നു ആൾ മരിച്ചത്. ഇതാണ് പ്രാർത്ഥനാ വരമുള്ളവരെ കർത്താവ് ഇങ്ങനെ ഉണർത്തും. പ്രാർത്ഥനാ വരം, അവർ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്. അവരാണ് ഈ ലോകത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞങ്ങളൊരിക്കൽ 10-15 വർഷം മുമ്പാണ് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് വലിയൊരു കോൺഫറൻസ് നാഷണൽ ലെവലിൽ നടത്തുമ്പോൾ അത് ഇൻഡോറിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ച മാതിരി ഗ്രൂപ്പായിട്ട് 10 ഗ്രൂപ്പോ 15 ഗ്രൂപ്പോ മറ്റുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്താ ചോദിക്കണേ, ആഗ്രഹിക്കണേ. എല്ലാവർക്കും കിട്ടിയ സന്ദേശം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ കോൺഫറൻസ് നടക്കുമ്പോൾ ഓരോ ഗ്രൂപ്പും വന്ന് റിപ്പോർട്ട് ചെയ്യണം, എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്.
റിപ്പോർട്ട് നോക്കിയപ്പോൾ അത് എന്നിട്ട് ഞാൻ ബോർഡിൽ എഴുതി, വലിയ ബോർഡ് ഉണ്ടായിരുന്നു, എഴുതി ഗ്രൂപ്പ് നമ്പർ 1 എന്തൊക്കെയാണ് പറഞ്ഞത്. ആദ്യം എല്ലാവരും പറഞ്ഞത് ബോംബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബോംബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ഗ്രൂപ്പിലും ആദ്യം കിട്ടിയ സന്ദേശം ബോംബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ കണ്ട ദർശനങ്ങളിൽ വിണ്ട് ഉണങ്ങിക്കിടക്കണ വിണ്ട്, ഭൂമി ഇങ്ങനെ വിണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ. ഞങ്ങൾ ശക്തമായിട്ട് ബോംബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ ആ പിറ്റേ ദിവസം രാത്രി ബോംബെയിൽ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ കട്ടിലൊക്കെ കിടന്ന് കുലുങ്ങൾ. അപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ദൈവമേ, ഭൂകമ്പം, ബോംബെയിൽ ഭൂകമ്പം, ഭൂചലനമുണ്ടായിട്ട് ഈ ഭൂചലനം ബോംബെക്ക് ഒരു ദൂഷവും വരുത്താതെ അങ്ങ് ബോംബെക്ക് അപ്പുറത്തുള്ള മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു അത് കൂടുതൽ എഫക്റ്റ് ചെയ്തത്. ബോംബെയിലെ ഒരു ബിൽഡിങ്ങിന് പോലും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ അന്നത്തെ പ്രാർത്ഥനയിലൂടെയാണ് ഈ ഭൂചലനത്തെ തന്നെ കർത്താവ് അങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടത്. ഒരിക്കൽ BJP RSS ഒന്നല്ലേ, മുസ്ലിമായിട്ടുള്ള ഭയങ്കര ഫൈറ്റ് നടക്കാണ്. ബാബരി മസ്ജിദ് തകർത്ത് കഴിഞ്ഞപ്പോൾ ഇവർ അത് തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് മുസ്ലിങ്ങളുടെ ഒരു വലിയ എന്താ പറയുക മാർച്ച്, പാർലമെൻറ്റ് പിക്കറ്റ് ചെയ്യാനുള്ള ഒരു വലിയ മാർച്ചിങ് ബാബരി മസ്ജിദ് തകർത്തു. അതിന് ഒപ്പോസിഷനായിട്ട് BJP RSSും അവരോട് നേരിടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് അവരും ഒരു മാർച്ച് പ്രഖ്യാപിച്ചേക്കും. എന്തായിരിക്കും അല്ലേ ഡൽഹിയിലെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പിനൊക്കെ സന്ദേശമാണ്, ഒരു ഡിസംബർ 6-ാം തീയതി ആയിരുന്നു. ഡിസംബർ 6-ന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ 2 മാർച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ജാഥ വന്നിട്ട് അവർ നേരിടാനുള്ള പരിപാടിയാണ്. അടിക്കടി ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഒരു മഴ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ശക്തമായ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, പ്രാർത്ഥന നയിക്കുന്ന പരിശുദ്ധാത്മാവ്. ശക്തമായ മഴ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനു പറയുന്നു? തലേ ദിവസം വൈകുന്നേരം മുതൽ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തിട്ട് ഡൽഹി പട്ടണം മുഴുവനും വെള്ളത്തിൽ, ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അതോടുകൂടി ഇവരുടെ ആന്തോളൻ, ഇവരുടെ ഈ എല്ലാം ക്യാൻസലായി. എന്നിട്ടും കുറേ പേര് അവിടെ ഈ വെള്ളത്തിൽ വന്നു. അവർ പാർലമെൻറ്റ് പിക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് 2 സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നു, കുറച്ച് പേര്. അവരെ നേരിടാനായിട്ട് പോലീസ് ചെയ്ത സന്നാഹം എന്തായിരുന്നു വെച്ചാൽ, ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് വെള്ളം പമ്പ് ചെയ്ത്, അവരോടിച്ചു വിട്ടു. കണ്ടോ, വെള്ളത്തിലൂടെ സംഭവമെല്ലാം നടന്നു. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഓക്കെ, അപ്പോൾ പ്രാർത്ഥന എന്ന മഹാവിസ്മയം ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്നും അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു അടയാളം അവിടെ പറയുന്നത്, ഈശോ പ്രാർത്ഥിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നു? സമരിയാക്കാരോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ദാഹജലം. അത് ജലം എന്നുള്ള ഒരു വസ്തുവല്ല അവിടെ ഒരു ആത്മാവിൻ്റെ കഥയാണത്. ഞാൻ നിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു, നിൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടി ദാഹിക്കുന്നു, നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ദാഹിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, വായിച്ചോളൂ, നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു.
ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ദൈവമേ, ഞാൻ എവിടെയാ, ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലായ ആദ്യം. നമ്മളപ്പടി ഞാൻ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം വെറും വെള്ളവും കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച ആളാണ് ഞാൻ, നമ്മുടെ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ 40 ദിവസമൊക്കെ ഉപവസിക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ വലിയ കഴിവുള്ള ആളാണെന്നുള്ളതാണ്. മണിക്കൂറുകളോളം ആരാധിക്കും, ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷേ അപ്പോഴാണ് പറയണത്, നീയല്ല ഈ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ. അതറിഞ്ഞതോടുകൂടി ഒരു പുതിയ ചക്രവാളം തുറന്നു. ഒരു പുതിയ ചക്രവാളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ ഒരു പുതിയ ചക്രവാളം ആരംഭിച്ചു. ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ വിടരുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രാർത്ഥനയുടെ ഈ രഹസ്യം ഇപ്പോൾ മനസ്സിലായോ? പ്രാർത്ഥന യേശുവിൽ നിന്ന് ആരംഭിക്കുന്നു. യേശുവാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. ആ അർത്ഥത്തിലാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആരാ വിളിക്കുന്നേ? നിങ്ങളുടെ പിതാവേ എന്നാണോ പറഞ്ഞേ? അല്ല, ഞങ്ങളുടെ പിതാവേ, നമ്മളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ യേശുവിൻ്റെ പിതാവും നമ്മളുടെ പിതാവും ഒരാൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും പിതാവ് ഒരാൾ തന്നെയല്ലേ? ക്രിസ്ത്യാനിയുടെ മാത്രമാണോ? ഹിന്ദു, മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി, ISSകാർ, ഇവരുടെ എല്ലാം പിതാവായ ദൈവം തന്നെയല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഈശോ നിന്നിട്ട് അവരെല്ലാവരും പിതാവേ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഇവരെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്, ഇവരെല്ലാവരെയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നുണ്ട് എന്ന ഒരു ഫീലിലാണ് സ്വർഗസ്ഥനായ. അപ്പം അതുകൊണ്ടാണ് ഈശോ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഈശോ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കൂടെയുള്ള മനുഷ്യവംശം മുഴുവനും. കാരണം ഈശോ എവിടെ നിന്നാണ് പിതാവേ എന്ന് വിളിക്കുന്നത്? സ്വർഗത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്നിട്ടാണ്. ഭൂമിയിൽ യേശു എങ്ങനെ വന്നു? മനുഷ്യനായി വന്നു. എന്തിന് മനുഷ്യനായി വന്നു? മനുഷ്യവംശത്തിൻ്റെ മുഴുവനും വിമോചനം ആരംഭിച്ചു. അപ്പോൾ ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അകൽച്ച ഇല്ലാതായി. അതുവരയ്ക്കും ദൈവവും മനുഷ്യനുമായിട്ട് ഒരു ശത്രുതയിലായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിനെ അനുസരിക്കാതെ ശത്രുതയിലായിരിക്കുന്ന അവസരത്തിൽ ദൈവം മുൻകൈ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനെ ഈ ശത്രുതയിലുള്ള മനുഷ്യവംശത്തിൽ ഒരാളായിട്ട് ജനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അയൽവക്കത്തെ വീട്ടുകാരുമായിട്ട് നമ്മൾ കുറേ വർഷമായിട്ട് ശത്രുതയിലാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയുമില്ല, അവരിങ്ങോട്ട് വരണമില്ല, നമ്മൾ മിണ്ടണമില്ല. അങ്ങനെ ഇരിക്കെ അയാളൊരു ദിവസം വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേ പറഞ്ഞു, നീ എന്തിനാ അവിടെ വന്ന എന്നെ കാത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും മിണ്ടണില്ല. കാരണം നമ്മുടെ വീട്ടിൽ വന്നേക്കണ ആളോട് തല്ലുപിടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയാണ്, എൻ്റെ മകളുടെ കല്യാണം, നിങ്ങൾ ദയവ് ചെയ്ത് വരണം. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലാണ്. നിങ്ങൾ പഴയതൊക്കെ മറക്കണം. ഇയാളൊന്നും മിണ്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കല്യാണക്കുരിയും വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറയാം, അവൻ കല്യാണം വിളിക്കാൻ വന്നേക്കണം, അവന് ഞങ്ങളുടെ അടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വേണ്ട, നമ്മുടെ വീട്ടിൽ വെച്ച് അടിക്കണ്ടെന്ന് ഏറ്റി വിട്ടു. അപ്പോൾ ഭാര്യ പറയാൻ, അതങ്ങ് മറന്ന് കളയും, നമുക്കങ്ങോട്ട് പോകാം കല്യാണത്തിന്. നീ എന്താ പറയണേ? അവനങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അതൊക്കെ ശരി, എന്നിട്ടും അയാൾ വന്ന് കല്യാണം വിളിച്ചല്ലോ നമ്മളെ. ഇപ്പോൾ ഈ കല്യാണത്തിന് പോയില്ലെങ്കിൽ ശത്രുത നിലനിൽക്കും, ഇല്ലേ? ശത്രുത നിലനിൽക്കും. പക്ഷേ കല്യാണത്തിന് പോവുകയാണെങ്കിലോ
ശത്രുത അവസാനിച്ചു. ശത്രുത അവസാനിച്ചു. ശത്രുത അവസാനിച്ചു എന്ന പോലെയാണ് ദൈവം മുൻകൈ എടുത്തിരിക്കണു. എന്തിന്? ശത്രുത അവസാനിപ്പിക്കാൻ. എന്താ ചെയ്തേ? തൻ്റെ മകനെ ഈ ശത്രുക്കളായി കണക്കാക്കപ്പെടുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ദൈവമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന മനുഷ്യരിൽ ഒരുവനായിട്ട് ദൈവം ജാതനാക്കുന്നതോടെ ശത്രുത അവസാനിച്ചോ? അവസാനിച്ചു. അതാണ് നമ്മൾ കുർബാനയെല്ലാം പ്രാർത്ഥിക്കുന്നത്. ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ തൻ്റെ പുത്രനെ അവരിലൊരാളായിട്ട് ജനിപ്പിച്ചു. അതോടുകൂടി തന്നെ മനുഷ്യവംശത്തിൻ്റെ രക്ഷ ആരംഭിച്ചു. അവിടെ ആരംഭിച്ചു. അപ്പം ആരുടെ മുൻകൈ എടുക്കലാണത്? ദൈവത്തിൻ്റെ. മനുഷ്യൻ ദൈവത്തെ തേടി സ്വർഗത്തിൽ പോയില്ല, മറിച്ച് സ്വർഗം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്നു. ആദത്തെയും ഹവ്വയെയും തേടി യേശു ചെന്നു, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രാർത്ഥന എന്ന, ആദവും ഹവ്വയും പാപം ചെയ്ത് ഒളിച്ചിരുന്നപ്പോൾ ആരാണ് അവരെ തേടി വന്നത്? ദൈവം തന്നെയാണ് അവരെ തേടി വന്നത്. പ്രാർത്ഥന എന്ന മഹാവിസ്മയം അനാവരണം ചെയ്യപ്പെട്ടത് യേശു തന്നെ മനുഷ്യനായി അവതരിച്ച് പാപിയായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനെ തേടി വരുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ. ഈശോയെ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ, ഞങ്ങളിൽ വസിക്കുന്ന ഈശോയെ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു എന്നറിഞ്ഞൂടാ, പറഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുക. അതായത് യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല മലകയറ്റം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ആചാര്യനാണ് യോഹന്നാൻ ക്രൂസ്, കുരിശിലെ യോഹന്നാൻ എന്ന് പറയും. ഇപ്പോൾ കർമ്മലിത്തക്കാരുടെ പിതാവാണ്. കർമ്മലിത്ത സഭകളെല്ലാം ഈ കുരിശിലെ യോഹന്നാൻ്റെയും അമ്മ ത്രേസ്യയുടെയും കൊച്ചു ത്രേസ്യയുടെയും എല്ലാം ഇവരൊക്കെ ഒരു ഫാമിലിയാണ്. അപ്പോൾ കുരിശിലെ യോഹന്നാൻ്റെ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ഒരമ്മ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ല കറിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് വിചാരിച്ചോ, നമ്മുടെ നാട്ടിലെ പോലെ നല്ല എരിവുള്ള മീൻകറി ഉണ്ടാക്കി. ഒരുപക്ഷെ അതാണ് എല്ലാവർക്കും ഇഷ്ടം വീട്ടിൽ പായവർക്കൊക്കെ. അപ്പം നല്ല എരിവുള്ള മീൻകറി ഉണ്ടാക്കി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ വിചാരിച്ചേട്ടാ, ഇതിപ്പം മകൾക്ക്, എൻ്റെ മകള് അവൾ ഈ എരിവുള്ളത് കഴിക്കാൻ കൊള്ളില്ലല്ലോ, അവർക്കത് ശരിയാവില്ല, കൊച്ചു കുട്ടിയാണ്, അവർക്ക് എരിവില്ലാത്ത കുറച്ച് വേറെ ഒരു രുചിയിലുള്ള നല്ല വേറൊരു വിഭവം ഉണ്ടാക്കി, അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. എന്നാലോചിച്ച് നോക്കിയാൽ അമ്മച്ചിമാർ കുക്കിംഗ് ചെയ്യാൻ നേരത്ത് ബാക്കി പൊതുവായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും അടുപ്പ് കൂട്ടി പാത്രം കഴുകി ഭക്ഷണം പദാർത്ഥങ്ങളൊക്കെ അരിഞ്ഞ് രണ്ടാമത് ഒരു വിഭവം ഉണ്ടാക്കി. എന്തിനു വേണ്ടി? ഈ മോൾക്ക് വേണ്ടി മാത്രം. കാരണം അവൾക്ക് ഈ എരിവുള്ള കറി കഴിച്ചാൽ അവൾക്കത് കൊള്ളില്ല, അവൾക്ക് വയറിന് അസുഖമാകാം, അവൾക്ക് തൊണ്ടയ്ക്ക് അസുഖമാകാം. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ എൻ്റെ മോൾക്ക്, നല്ല ഇഷ്ടമുള്ള മോൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കി വെച്ചു. അങ്ങനെ സന്ധ്യയായി ഡൈനിങ് ടേബിൾ ഭക്ഷണമേശയുടെ അടുത്ത് വന്ന് ഇത് വിളമ്പി വെച്ച് കണ്ടത്, ഇത് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, മനസ്സിലായോ? പപ്പയ്ക്കൊക്കെ പപ്പ പറഞ്ഞു, നീ ഇവൾക്ക് വേണ്ടി മാത്രമോ? ഞങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ളതൊന്നുമല്ല, ഇവൾക്ക് വേണ്ടി മാത്രം. പക്ഷെ ഇവളുടെ മുഖത്ത് ആ ഒരു പ്രസന്നത ഒന്നും കാണുന്നില്ല. ഇവള് കരയാൻ തുടങ്ങാണ്. എനിക്കത് വേണ്ട, എനിക്ക് നിങ്ങൾ കഴിക്കണ മാറ്റി. എടിമോളെ, ഞങ്ങൾ കഴിക്കണത് ഈ മീൻകറി നീ കഴിച്ചാൽ നിൻ്റെ വയറെരിയും, നിൻ്റെ വായിൽ വെക്കാൻ തന്നെ പറ്റില്ല. ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കി, ഇത് നീ കഴിക്കും.
പിള്ളേർ കരച്ചാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും എന്ത് ചെയ്തിട്ട് ഇവൾ കരച്ചിൽ നിർത്തുന്നില്ല. ഇത് അവിടെ ഒരാൾ നോക്കണുണ്ട്, കൊച്ചി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എത്ര പറഞ്ഞിട്ടും ഇവളുടെ കരച്ചിൽ നിർത്തണില്ല. അവസാനം ഒരാലങ്കാരികമായി പറയാണ് 9 പ്രാവശ്യം കരഞ്ഞു എന്ന് വിചാരിച്ചു. അതിനാണ് നൊവേന എന്ന് പറയണത്. 9 പ്രാവശ്യം കരച്ചു. അപ്പം പറഞ്ഞു നിർത്ത്, അത് കൊടുക്കുക, അത് ചോദിക്കുന്ന കൊടുക്കുക, ആ മീൻകറി തന്നെ അതിന് കൊടുക്കുക, കേസ് അവസാനിക്കട്ടെ. കാരണം അല്ലെങ്കിൽ പിന്നെ അതൊന്നും കഴിക്കുകയുമില്ല, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് അത് ചോദിക്കണത് കൊടുക്കുക. അതിനാണ് നമ്മൾ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു, ഉപകാരസ്മരണ. പക്ഷേ കർത്താവ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ച ആ കാര്യം അതവിടെ ഇരിക്കുക. ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മളെല്ലാം കുറേ നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവം അതിനേക്കാൾ മനോഹരമായ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മളറിയുന്നില്ല. ഇപ്പം ഞാനൊരു എൻജിനീയർ ആയിരുന്നപ്പോൾ വലിയ കമ്പനി തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുറേയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറയണത്, നീ അതെല്ലാം വിട്ട് വചനം പ്രഘോഷിക്കാൻ വേണ്ടി നിൻ്റെ ജീവിതം മുഴുവനും നീ വയ്ക്കാമോ? ഇത് ആരും സമ്മതിക്കണില്ല. എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ മനസ്സിലാവണില്ല, അച്ഛന്മാരോട് പറഞ്ഞിട്ട് അവർ പറയുന്നത് നീ ഒരൽമായനാണ്, നീ അത്യാവശ്യം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇടവേളയിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യണം, ഞായറാഴ്ച ദിവസമൊക്കെ ചെയ്യാം, ഈവനിങ്ങിലൊക്കെ ചെയ്യാം, നീ ഇങ്ങനെ ഫുൾ ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കർത്താവ് എന്നോട് പറയാണ് നീ ഫുൾ ടൈം എന്ത് ചെയ്യും? അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അർത്ഥമൊക്കെ അന്ന് മനസ്സിലായി. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കും, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അങ്ങയുടെ ഹിതം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പല സ്ഥലത്തുനിന്ന് വിളി വരുന്നു. ഉത്തരേന്ത്യയിൽ അവിടെ വലിയ കൺവെൻഷൻ നടത്തണം, ആ കൺവെൻഷൻ നടത്താൻ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പല ജോലി സ്ഥലത്തും എൻ്റെ മെഷീനുകളുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മെഷീനുകൾ. അത് അന്വേഷിക്കാൻ പോലും എനിക്ക് പോകാൻ സാധിച്ചില്ല, അത് അങ്ങനെ തന്നെ വിട്ടു. അപ്പം അതൊക്കെ ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ വള്ളവും വലയും വിട്ട് കർത്താവിൻ്റെ പുറകെ വന്നു. പലരും ചോദിച്ചു ആ മെഷീനൊക്കെ എന്തായി? എനിക്കറിഞ്ഞൂടാ, എനിക്ക് മെഷീനൊന്നും അല്ല ഇപ്പം വേണ്ടത്, കർത്താവിൻ്റെ വിളിയാണ്. രാജസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഡിവൈനിലെ പ്രീച്ചേഴ്സിന് ധ്യാനം നടത്തുമായിരുന്നു, ഡിവൈനിലെ സ്റ്റാഫിന്. അപ്പോൾ രാജസ്ഥാനിലുള്ള ഒരു സിന്ധി ആയിരുന്നു അയാൾ, സിന്ധി കേട്ടോ. അന്ന് അവിടെ പോയി സുവിശേഷ വേല നടത്തിയതിൻ്റെ. അയാളുടെ പേര് തന്നെ കേൾക്കാൻ രസമാണ്, ചാന്ദ് മുൽചന്ദാനി എന്നാണ് പേര്, മുൽചന്ദാനി. ആ പേര് കേട്ടാൽ മനസ്സിലായില്ലേ, സിന്ധിയ. അപ്പോൾ അയാൾ ഈ ഇംഗ്ലീഷ് ധ്യാനം എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെയുണ്ട്, വരാൻ പറഞ്ഞു. വന്നു, അയാൾ ഭാര്യയും വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അന്ന് അവിടെ ഫാക്ടറി പണിക്ക് ചെന്നതാണ് ഞാൻ. പക്ഷെ കിട്ടിയത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കിട്ടിയുണ്ടോ, അവരിപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷകരായി. എൻ്റെ മെഷീനും ഇതൊക്കെ അവിടെ വിട്ടു. അപ്പോൾ അതെന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹിതം. എനിക്ക് ഒട്ടും ദുഃഖമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 25 വർഷമായിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അനുഭവമാണ്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ഓരോരുത്തുനിന്ന് ഒരു സാലറിയോ ഒരു പേ സ്ലിപ്പോ ഒന്നുമില്ല. ദൈവം തക്ക സമയത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊണ്ടുതരണം.
അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ദൈവം ചെയ്യണം. അതാണ് സ്വർഗരാജ്യം. അപ്പോൾ യോഹന്നാൻ ക്രൂസ് പറയുന്നത് നമ്മൾ അധികം പേരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടമുള്ള ഈ മീൻകറിക്ക് വേണ്ടിയിട്ടാണ്. ദൈവം ഒരു പാൽപ്പായസം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുന്നില്ല. ദൈവം വളരെ ശ്രേഷ്ഠമായ ഒന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുക പോലും ചെയ്യാത്ത അത്രയ്ക്ക് വലിയതാണ്. 1 കൊരിന്ത്യർ 2-ാം 9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അവയെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, അവർ പറഞ്ഞു ഇന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് തോന്നി ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല പ്രാർത്ഥന. അല്ല പ്രാർത്ഥന. ക്ഷമിക്കണം കേട്ടോ. മറിച്ച് എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത്? അപ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് അപ്രാപ്യമാണ്. നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പോലും അത് സാധിക്കില്ല. അത്രയ്ക്ക് വലുതാണത്, അത്രയ്ക്ക് അനശ്വരമാണത്, അത്രയ്ക്ക് അനന്തമാണത്, അത്രയ്ക്ക് വിസ്മരണീയമാണത്. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. നമുക്ക് അപ്രാപ്യമാണ്, പക്ഷെ ആര് കയറ്റി നിർത്തും? അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് ബൈബിളിൻ്റെ മുഴുവനും ഒരു ആകത്തുകയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അന്വേഷിക്കുക. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, എന്ത് ഭക്ഷിക്കുമെന്ന്, ഭക്ഷണത്തെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന്, വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. പിന്നെ എന്തന്വേഷിക്കണം? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. താനെ കിട്ടും. മറ്റുള്ളവയെല്ലാം താനെ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവാനുഭവത്തിൻ്റെയും ഒരു തലം തന്നെ വ്യത്യാസം ഉണ്ടാകണം. ഇപ്പം നമ്മൾ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ബ്രദറെ, എൻ്റെ മോൾക്ക് വിസ കിട്ടണില്ല, എല്ലാവരും ഫോൺ ചെയ്ത് പറയുന്നുണ്ട്.
അതെല്ലാം കേൾക്കണം. ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതല്ല ബെസ്റ്റ് പ്രെയർ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഓരോരുത്തർ പറയണം, എൻ്റെ മോൾക്ക് വിസ കിട്ടണില്ല, മോന് വിസ കിട്ടണില്ല, മോന് ജോലി കിട്ടണില്ല, വീടില്ല, കടബാധ്യത. അപ്പോൾ ഞാൻ ഇതിനെല്ലാം പറയുന്ന ഒറ്റ പ്രാർത്ഥന ഇതാണ്: ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ പലരും നിർബന്ധിച്ച് ഫോറിനിൽ കൊണ്ടുപോയിട്ട് അവിടെ ജോലി കിട്ടാണ്ട് കഷ്ടപ്പെട്ട് ഈ കടം മേടിച്ച കാശിന് പലിശയ്ക്ക് പലിശയായിട്ട് അവസാനം പ്രശ്നമായിട്ട് അവസാനം തിരിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പോയത് ദൈവഹിതമല്ലായിരുന്നുണ്ടല്ലേ. എന്ന പോലെ പല കാര്യങ്ങളും ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ട് ദൈവഹിതം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ ദൈവഹിതം അനുസരിച്ച് എനിക്ക് എന്താ വേണ്ടത് എൻ്റെ ജീവിതത്തിൽ? ഒരിക്കലും ഒരു പെണ്ണ് ഇങ്ങനെ ബോംബെയിൽ നടന്ന സംഭവമാണ്, വളരെ രസകരമായ സംഭവമാണ്, ഞാനിവിടെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ധ്യാനം വലിയൊരു കൺവെൻഷൻ മാതിരിയാണ്. 5 മണി കഴിഞ്ഞാൽ കൗൺസിലിംഗ്, ഒരുപാട് പേര് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കണം, ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ ഒരു പെണ്ണ് ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പ്രാർത്ഥിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ കല്യാണം കഴിക്കണ്ടെന്ന്? അല്ല, അതെൻ്റെ തീരുമാനം, നിനക്ക് അങ്ങനെ തീരുമാനിക്കാനായിട്ട് എൻ്റെ അതോറിറ്റിയാണ് ഉള്ളത്, പിന്നെ അതെൻ്റെ ഫ്രീഡം അല്ലേ, ഞാനൊരു സ്ത്രീയാണ്, എനിക്കെൻ്റെ ഇഷ്ടമായി ചെയ്യാം. ഉണ്ടോ? ഇതെല്ലാവരും ചിന്തിക്കുന്ന കാര്യമല്ലേ, എനിക്കെൻ്റെ ഇഷ്ടമായി ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് കാര്യം അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിന്നിലൂടെ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യും? ദൈവത്തിന് നിന്നിലൂടെ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്. യൂറോപ്പിലൊക്കെയാണ് ഞാൻ പറയും ഒരു മാർപ്പാപ്പേനെ ഉണ്ടാക്കാൻ ആഗ്രഹം. ഇന്ത്യയിൽ നിന്നൊക്കെ പറയായിരുന്നു, പക്ഷേ ഇപ്പം നമ്മളുടെ മനസ്സിൽ വരുന്നില്ല ഇന്ത്യക്കാരനെ മാർപ്പാപ്പയാക്കുമെന്നൊക്കെ. ചിന്തിക്കാൻ പറ്റണില്ല, നമ്മുടെ വിശ്വാസക്കുറവുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറയാറുണ്ട് യൂറോപ്യൻകാരോടൊക്കെ, നിൻ്റെ അകത്ത് കൂടി ഒരു മാർപ്പാപ്പേനെ സൃഷ്ടിക്കാനാണ് ദൈവം ആഗ്രഹിക്കണമെങ്കിൽ നീ കല്യാണം കഴിക്കാതിരുന്ന എന്താവും? ഇല്ല, എനിക്ക് കൊച്ചുങ്ങളൊന്നും വേണ്ട, ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ അകത്ത് വേറൊരു ആശയം വന്നു. നീ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ചത് നിൻ്റെ അപ്പൻ കള്ളു കുടിച്ച് അമ്മേനെ തള്ളിയത് കണ്ടിട്ട് അതുകൊണ്ടല്ലേ? അതാണ് ശരി. അപ്പൻ മദ്യപിച്ചു വന്നു, മദ്യപിച്ച ആൾ ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇച്ചിരി വഴക്കുണ്ടായപ്പോൾ അമ്മേനെ 2 അടി കൊടുത്ത്. അത് കണ്ടതോടുകൂടി അവൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ആ ചിന്ത രൂപപ്പെട്ടു വന്നതാണ് കല്യാണം വേണ്ട എന്നുള്ളത്. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ അന്വേഷിച്ചോ? അതെങ്ങനെ അറിയാം? ഇപ്പോൾ വരും. നീ അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊന്ന് തീരുമാനിക്കുക. ദൈവഹിതം എന്താണ് അത് ചെയ്യാം. അതിനിങ്ങനെ ചെയ്താൽ മതി. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഹിതം എന്ന് പറയുന്നിടത്ത് എൻ്റെ ഹിതമല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിച്ചേർത്തു. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഈ ആശയമെല്ലാം മാറും. എനിക്ക് തോന്നുന്നത് നിൻ്റെ വിളി കല്യാണം കഴിക്കാനാണെന്നാണ്. പക്ഷെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ അവളെ ആശീർവദിച്ച് വിട്ടു. കുറച്ച് വർഷങ്ങൾ, ഒരു 5-6 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ബോംബെയിൽ കപ്പിൾസ് റിട്രീറ്റ് ദമ്പതി ധ്യാനത്തിന് ചെല്ലുമ്പോൾ വണ്ടി ഇറങ്ങിയ വഴി തന്നെ ഒരു കപ്പിൾ ഒരു കൊച്ചുമായിട്ട് ഓടി വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, തോമസ് പോളെ എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറയും, ഇപ്പോൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാനാണ് അന്ന് വന്ന് നിന്നോട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പം നീ പറഞ്ഞു നിൻ്റെ അകത്തൊരു വിശുദ്ധനെ ഉണ്ടാക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് സത്യമായിരുന്നു. ഈ കൊച്ച്, ആ കൊച്ചിൻ്റെ പേര് എസ്തർ എന്നാണ്. എസ്തർ, ഞാൻ ഓർക്കുന്നുണ്ട്. ഇവളാണ് ആ വിശുദ്ധ. എനിക്കൊരു വിശുദ്ധനായ ഒരു ഭർത്താവിനെയും തന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി കഹാനി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, ഞാൻ കല്യാണം ആ പ്രാർത്ഥന ദൈവഹിതം അനുസരിച്ച്
എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പായി കല്യാണം കഴിക്കണം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ മഹാൻ 10 വർഷത്തിന് മുമ്പ് എന്നെ പ്രേമിച്ച് നടന്ന ആളായിരുന്നു. ഏത്? ഈ ഭർത്താവ് പ്രേമിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞതോടെ അയാൾക്ക് നിരാശയായിട്ട്, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാനും കല്യാണം കഴിക്കണില്ല എന്നും പറഞ്ഞ് അയാൾ പോയിട്ട് സെമിനാരിൽ പോയി കയറി. കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് സെമിനാരിയിൽ അച്ഛനാകാൻ കയറി. സെമിനാരി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണോ? കുറച്ച് വർഷങ്ങൾ സെമിനാരിയിലെ ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ അവർക്ക് കിട്ടിയ സന്ദേശം അനുസരിച്ച് പറഞ്ഞു, നിൻ്റെ വിളി അച്ഛനാകാനല്ല, നിനക്ക് വിളിയില്ല, നിൻ്റെ വിളി കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞ് അവനെ പുറത്ത് വിട്ടു. ഇതോടെ ഇവൻ ഭയങ്കര നിരാശയിലായി, ഡിപ്രഷനായി. പ്രേമിച്ച പെണ്ണും വിട്ടു, അത് കഴിഞ്ഞ് അച്ഛനാകാൻ പോയപ്പോൾ അവരും വിട്ടു. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവനിങ്ങനെ അലഞ്ഞ് നടക്കുമ്പോഴാണ് വീണ്ടും ഇവളെ കാണുകയാണ്. അപ്പോൾ ഇവള് ചോദിച്ചു, എന്താ നീ കല്യാണം കഴിച്ചില്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നെ അല്ലാണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്. സീരിയസ്? യെസ്, ഞാൻ കല്യാണം കഴിച്ചില്ല, ഞാൻ അച്ഛനാകാൻ പോയിട്ട് അവരും എന്നെ സ്വീകരിച്ചില്ല, ഞാൻ പറഞ്ഞു വിട്ടു, ഞാനിപ്പോൾ അങ്ങനെ കിടക്കണം. എന്നാൽ കേട്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ചു. അല്ല, ദൈവഹിതത്തിൻ്റെ ഒരു പ്രവർത്തനം നോക്കി. എന്തോ ഒരു സന്തോഷമായി എനിക്കത് കേട്ടപ്പോൾ. അവരതിനു വേണ്ടി കാണാൻ വന്നതല്ല. അപ്പം എന്തായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് മാറ്റിമറിച്ചതിൻ്റെ ഒറ്റ പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. എന്നിട്ട് അവിടെ എന്ത് ചേർക്കണം? എൻ്റെ ഹിതം അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീൻകറിയുടെ കേസാണിത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവരവരുടെ ചിന്തയിൽ രൂപം കൊണ്ട കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ലേ അല്ല പ്രാർത്ഥന. നമുക്ക് ഷോക്കടിക്കണമായിരിക്കാം. അതല്ലേ അല്ല പ്രാർത്ഥന. മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെ എന്താണ് പറയണേ? അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ. അപ്പോൾ സ്വർഗത്തിൽ എങ്ങനെയാ? സ്വർഗത്തിൽ ഇത് മനുഷ്യനാണെങ്കിൽ ഇത് ദൈവം. ദൈവത്തിൻ്റെ ഹിതവും മനുഷ്യൻ്റെ ഹിതവും ഫ്യൂസ് ആയിരിക്കുകയാണ്, വെൽഡ് ചെയ്തിരിക്കുകയാണ്, ഉരുക്കി ചേർത്തിരിക്കുകയാണ്. സ്വർഗത്തിലുള്ള ഒരാൾക്കും അവരവരുടെ ഹിതം അനുസരിക്കാൻ ആഗ്രഹമേ ഇല്ല. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവഹിതം മാത്രം ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മാതാവ്. മാതാവിനോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കും. ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ. നീ പുരുഷനിലൂടെ അല്ല ഗർഭം ധരിക്കാൻ പോകുന്നത്, അഥവാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ മാതാവ് ഒരു കന്യകയായിട്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കാനുള്ള ഒരു നിയോഗത്തിലായിരുന്നു. പക്ഷേ മാതാവ് ഉടനെ പറയുകയാണ്, അങ്ങയുടെ ഹിതം, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ. അപ്പോൾ മാതാവിനെക്കുറിച്ച് നമ്മൾ മാതൃഭക്തിയൊക്കെ ഉണ്ട്, കൊന്തയൊക്കെ ചെല്ലുന്നുണ്ട്, ഉദ്ദിഷ്ട കാര്യത്തിന് നൊവേനയും ചെല്ലുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും മാതാവിനെ ഇങ്ങനെ അനുകരിക്കുന്നുണ്ടോ? കുരിശിൻ്റെ ചുവട്ടിൽ മാതാവ് നിൽക്കുമ്പോൾ ഈശോ, പ്രാണവേദനയിൽ പിടയുന്ന ഈശോ യോഹന്നാനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് നിൻ്റെ അമ്മ എന്ന് പറയണതിന് ഭയങ്കര അർത്ഥമുണ്ട്. അടുത്ത വാക്കെന്താ ബൈബിളിൽ പറയുന്നത്? അവൻ അവളെ സ്വീകരിച്ചു ഭവനത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിന് വലിയ അർത്ഥമാണ്. ഇപ്പോൾ മനുഷ്യാവതാരം എന്നത് മാതാവ് യേശുവിനെ, വചനമായി യേശുവിനെ തൻ്റെ ഗർഭത്തിൽ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ യേശു രൂപപ്പെട്ടു, ഇല്ലേ?
രൂപപ്പെട്ടല്ലോ എന്ന പോലെ. അപ്പം യേശു ജനിക്കാൻ ആവശ്യമായ ഒരവസ്ഥയായിരുന്നു മാതാവ് പറയണം, യെസ് ഞാൻ സമ്മതിക്കണം, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അപ്പോൾ വചനം മാംസമായി. അപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭത്തിൽ യേശുവിനെ ഉരുവാക്കി. ഇതൊരു വലിയ സംഭവം പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇതേ മറിയത്തെ, യേശു മറിയത്തെ അമ്മയായി സ്വീകരിച്ച പോലെ മറിയത്തെ യോഹന്നാൻ അമ്മയായി സ്വീകരിച്ചപ്പോൾ യോഹന്നാനിൽ ദൈവഹിതം പൂർത്തിയായി. എന്ന പോലെ തന്നെ മറിയത്തെ നമ്മൾ അമ്മയായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായി. ദൈവമക്കളായി എന്ന് പറഞ്ഞാൽ മറിയത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവും മറിയത്തിൽ പ്രവർത്തിച്ച യേശുവാകുന്ന വചനവും നമ്മളിലും മാംസം ധരിക്കും. അപ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ പൈതൃകമാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ സാമ്പിൾ, മോഡൽ. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു നമുന്ന ഹിന്ദിയായിപ്പോയി, എന്താണ് ഒരു മോഡൽ എന്നുള്ളതിന് മലയാളം എന്താ? മാതൃക. താങ്ക് യു. ഒരു മാതൃക വേണ്ടേ? എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ മാതൃക? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ പ്രസിദ്ധമായൊരു ചാക്രിക ലേഖനമാണ്. ഒരു ചാക്രിക ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്, റിഡംതോറിസ് മാത്തർ, രക്ഷകൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഒരു ക്രിസ്ത്യാനിയുടെ മാതൃകയാണ് മാതാവ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവളുടെ വിശ്വാസത്തിൻ്റെ വീരോചിതമായ പ്രകടനമായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ സ്വന്തം മകനെ പട്ടാളക്കാരും സഭാമേധാവികളും, അന്നത്തെ അവരുടെ യഹൂദ സഭയുടെ മേധാവികളാണ് ഇവർ, യഹൂദരാണ്. ആ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് സ്വന്തം മകനെ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന ഒരു കരുത്ത്. അതാണ്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയൊരു പാട്ടാണത്. കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു. കണ്ടോ? സൂര്യൻ പ്രതികരിച്ചു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങാതെ അമ്മയിത സുതനോടൊപ്പം. കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങാതെ അമ്മയിത സുതനോടൊപ്പം. കുലുങ്ങാതെ. ഇത് ആദ്യകാലങ്ങളിൽ എന്നും എൻ്റെ വിശ്വാസത്തെ കരുത്ത് തന്നിരുന്ന ഒരാശയമാണ്. നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാലും ഇനി സാധാരണ ഒരു ജീവിതത്തിലായാലും ഭൂമി കുലുങ്ങുന്ന അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടൊന്നും നമ്മൾ കുലുങ്ങരുത്. സമൂഹം മുഴുവനും നമ്മളെ തിരസ്കരിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ടൊന്നും നമ്മൾ കുലുങ്ങരുത്. നമ്മൾ ആരെ നോക്കണം? കർത്താവ് അറിയാതെ ഇത് സംഭവിക്കില്ല. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ മകനെ ഇങ്ങനെ കുരിശിൽ തറയ്ക്കില്ല. അപ്പോൾ മറിയത്തെ സംബന്ധിച്ച് പണ്ടേ മുതൽ അറിയാവുന്നതാണ്. ശിമയോൻ്റെ അടുത്ത് കുഞ്ഞിനെയും കൊണ്ട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കയറും. അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവഹിതം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം
കുറേ സഹനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ആ സഹനങ്ങളുടെ മധ്യത്തിലാണ് ഇതാ ഒരു വചനം വരുന്നു. റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം. റോമർ 5:3 മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കണം. എന്തെന്നാൽ കഷ്ടത, എല്ലാവരും ചേർന്ന് പറഞ്ഞുകൊണ്ട്, എന്തെന്നാൽ കഷ്ടത സഹനശീലവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്നു നാം അറിയുന്നു. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാവുന്നു. കണ്ടോ, കഷ്ടത കൊണ്ട് എന്തുണ്ടാവും? സഹനമല്ല, സഹനശീലം. നമുക്ക് സഹനം ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സഹനം, അതാണ് അനുദിനം നിന്റെ കുരിശെടുക്കുക. അനുദിനം സഹനം ഉണ്ടാവും. ചില സഹോദരിമാർക്ക് ഭർത്താവിൽ നിന്ന് 2 കിട്ടുന്നതായിരിക്കാം സഹനം. അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ശരിയായി. വൈകുന്നേരം അങ്ങനെ ഒരു കള്ളും കുടിച്ച് വരും, 2 ഇടി ഇടിക്കും, അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. ശീലമായി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെയുള്ള എനിക്കറിയാം കുറേ പേര്. അതിപ്പോൾ ശീലമായി ബ്രദറെ. ഇപ്പം അതൊന്നും കിട്ടിയില്ലെങ്കിലേ സമാധാനം ഇല്ലാണ്ട്. സഹനശീലം എന്ന് പറഞ്ഞാൽ കണ്ടോ, മനസ്സിലായോ? സഹനശീലം. നമ്മൾ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് എല്ലാവരും പാസ്സാകണം, ജയിക്കണം. ജയിക്കാണ്ട് വീട്ടിൽ വന്നു ചോദിച്ചാൽ നീ മാർക്കില്ലാണ്ട് വന്നേക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് ട്യൂഷനെ കൊടുത്തിട്ട് മാർക്കില്ലാണ്ട് വന്നു, അടികൊള്ളൂ എന്ന് പറയും. അത് തെറ്റാണത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? ഒരു ദിവസം പരാജയപ്പെടുമ്പോൾ ആകെ പ്രശ്നമായി. പരാജയത്തെ നേരിടാനുള്ള കഴിവ് ഇല്ലാണ്ടാകും. ജീവിതത്തിൽ എന്നും വിജയം തന്നെ ആയിരിക്കുമോ? അപ്പോൾ നമ്മളെല്ലാം ഇന്നത്തെ സംസ്കാരം എന്താ? എല്ലാം വിജയിക്കണം, മാർക്ക് കിട്ടണം, ഫസ്റ്റ് റാങ്ക് കിട്ടണം, ഫസ്റ്റ് ക്ലാസ് കിട്ടണം, സ്കൂളിൽ ഫസ്റ്റ് ആകണം, ക്ലാസ്സിൽ ഫസ്റ്റ് ഒരാൾക്കല്ലേ ആകാൻ പറ്റുള്ളൂ. കോമ്പറ്റീഷനാണ്. പണ്ടൊക്കെ നമ്മൾ യുവജനോത്സവത്തിന് അനൗൺസ്മെൻ്റ് എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് എന്നാ പറയാം. പക്ഷേ ഇപ്പോൾ എന്താ അനൗൺസ്മെൻറ്റ്? നെക്സ്റ്റ് കോമ്പിറ്റൻ്റ് എന്നാണ്. നമ്മളൊക്കെ യുവജനോത്സവ കാലഘട്ടത്തിൽ ഒരു പാർട്ടിസിപ്പേഷനായിരുന്നു. നമ്മൾ വേറൊരാളെ ചവിട്ടി താഴ്ത്തി സമ്മാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് അതല്ല. ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് കിട്ടണം. ഫസ്റ്റ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കിട്ടാത്തവർക്കെല്ലാം ഭയങ്കര പ്രയാസമായിരിക്കും. അതല്ല ക്രിസ്തീയത. അപ്പോൾ നമ്മൾക്കിൻ്റെ ഫോർമേഷൻ തന്നെ ഉണ്ടാകേണ്ട ഒരു വ്യത്യാസമാണ് സഹനശീലം ഉണ്ടാകണം. അപ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ ഈ 10ാം ക്ലാസ് പരീക്ഷ റിസൾട്ട് ആവുന്ന സമയത്ത് ഉടനെ കാണുന്ന ഇതാണ്, ഇന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇത്ര ആത്മഹത്യ. എന്തുകൊണ്ടാണ്? അവർ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായില്ല. ജീവിതം മുഴുവനും അതോടുകൂടി നശിച്ചു എന്ന് അവർ കരുതി. അപ്പോൾ എന്താണ് അവരെ പഠിപ്പിച്ചത്? എന്ത് ഫോർമേഷൻ അവർക്ക് കിട്ടിയത്? എന്ത് ആത്മധൈര്യമാണ് അവർക്കുണ്ടായിരുന്നത്? ഇവിടെയാണ് പോയിന്റ്. ഈ പഠിച്ച് പാസ്സാകുന്നതുകൊണ്ടാണോ അതോ ആത്മധൈര്യത്തിൻ്റെ ആണോ വിഷയം? പരാജയത്തെ നേരിടണമെങ്കിൽ ആത്മധൈര്യം വേണം. പരാജയത്തെ നേരിടണമെങ്കിൽ സഹനശീലമുണ്ടാകണം. ജീവിതത്തിൽ വിജയവും പരാജയവും ഉണ്ടാവും. വിജയിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക, പരാജയപ്പെടുമ്പോൾ അടിപതറാതെ കുലുങ്ങാതെ നിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. അതാണ് കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കണം. എന്തിനാണ്? എന്തെന്നാൽ കഷ്ടത സഹനശീലം. ഇടയ്ക്ക് എന്നെ വളരെ സ്പർശിച്ച കാര്യം. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ പ്രശ്നമില്ല, കാരണം ഇപ്പം എനിക്ക് സഹനശീലമായി. ഇപ്പം സഹനശീലമായി. എന്ത് സഹനം വരുമ്പോഴും പ്രൈസ് ദ ലോർഡ്, ശീലമായി. അത് ഭയങ്കര ഒരു ഉൾക്കാഴ്ചയായിരുന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു
ഒരു ഫോമാണ്, ഒരു തലം, ഒരു പടി,